നമസ്കാരം. എല്ലാവർക്കും PSC മാത്സ് പരിശീലനത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ലസാഗു ഉസാഖ എന്ന ടോപ്പിക്കാണല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഓരോ ഭാഗങ്ങളിലായി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഒരു ഡിഫറൻ്റായ സെക്ഷനാണ്. അതായത് LCM, HCF എന്നീ 2 ആശയങ്ങളിൽ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ എന്നിവ ഉൾപ്പെട്ടാൽ വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് മാത്രമാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ പരിശീലിക്കുന്നത്. അതിൽ ഭിന്നസംഖ്യകളുടെ LCM, ഭിന്നസംഖ്യകളുടെ HCF, അതുപോലെ തന്നെ ദശാംശ സംഖ്യകളുടെയും LCM, HCF എന്നീ ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അവയുമായി ബന്ധപ്പെട്ട കൃത്യമായ ഉദാഹരണങ്ങളിലൂടെ 2 ഉദാഹരണങ്ങൾ വീതം ഓരോ ഭാഗത്തു നിന്നും നമ്മൾ കവർ ചെയ്തു പോകുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് കൃത്യമായി വ്യക്തമായി ആ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഭിന്നസംഖ്യകളുടെ LCMഉം HCFഉം കണക്കാക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ഭിന്നസംഖ്യകൾക്ക് LCMഉം HCFഉം കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. ഭിന്നസംഖ്യകളുടെ LCM ഈക്വൽ ടു അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF. ഈ പറയുന്ന പദങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. ഭിന്നസംഖ്യകളുടെ LCM അല്ലെങ്കിൽ ഉസാഖ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും A/B ഫോമിലുള്ള ഒരു സംഖ്യയാണ് ഭിന്നസംഖ്യയായിട്ട് വിശേഷിപ്പിക്കുക. അപ്പോൾ അതിൽ മുകളിൽ വരുന്ന സംഖ്യയെ നമ്മൾ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എന്ന് വിളിക്കും. താഴെ വരുന്ന സംഖ്യയെ നമ്മൾ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഭിന്നസംഖ്യകളുടെ LCM കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അംശങ്ങളുടെ LCM, അത് എത്ര ഭിന്നസംഖ്യകൾ ഉണ്ടെങ്കിലും അവയിലെ എല്ലാത്തിൻ്റെയും അംശങ്ങൾ ചേർത്തെടുത്ത് അംശങ്ങളുടെ LCM കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നത് ഛേദങ്ങളുടെ HCF കൊണ്ട്. ഓക്കെ, ഇനി ഭിന്നസംഖ്യകളുടെ HCF ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മുടെ ആശയം നേരെ തിരിയുന്നു. അംശങ്ങളുടെ HCF കണ്ടുപിടിക്കുന്നു ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ LCM. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ എങ്ങനെ കൃത്യമായിട്ട് ഓർത്തിരിക്കാം എന്നുള്ളത് ഞാനൊന്ന് പറയാം. നമുക്കിത് കുറച്ച് നാൾക്ക് ശേഷം, ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ചോദ്യത്തിൽ ആവശ്യം വരുന്ന സമയത്ത് നമുക്കിത് റിവൈസ് ചെയ്തിട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഭിന്നസംഖ്യകളുടെ LCM കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ന്യൂമറേറ്ററിൽ അംശങ്ങളിൽ എടുത്തത് LCM ആണ്, ഡിനോമിനേറ്ററിൽ എടുത്തത് HCF ആണ്. ഇനി HCF കാണേണ്ടി വരുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് അംശത്തിൽ HCF എടുക്കുന്നു, ഡിനോമിനേറ്ററിൽ LCM എടുക്കുന്നു. നമുക്ക് കോമൺ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമുക്ക് വേണ്ടത് എന്താണോ അത് ന്യൂമറേറ്ററിൽ എടുക്കണം. ഇവിടെയും ഇപ്പം LCM വേണ്ടപ്പോൾ LCM ആണ് ന്യൂമറേറ്ററിൽ എടുത്തത്, HCF വേണ്ടപ്പോൾ HCF ആണ് ന്യൂമറേറ്ററിൽ എടുത്തത്. രണ്ടാമത്തത് ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററിൽ എന്താണോ എടുക്കുന്നത് അതിൻ്റെ നേരെ തിരിച്ചായിരിക്കും ഡിനോമിനേറ്ററിൽ എടുക്കുക. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാം. നമുക്ക് വേണ്ടത് LCM ആണെങ്കിൽ അംശങ്ങളുടെ LCM എടുക്കുന്നു. പിന്നെ രണ്ടാമത്തത് സ്വാഭാവികമായിട്ടും HCF എടുക്കുന്നു, ഛേദങ്ങളുടെ HCF. ഇനി രണ്ടാമത് വന്നപ്പോൾ നമുക്ക് വേണ്ടത് HCF ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വേണ്ട HCF നമ്മൾ ന്യൂമറേറ്ററിൽ എടുത്തു. രണ്ടാമത്തെ LCM എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലും എടുത്തു. അപ്പോൾ ഈ ഒരു ആശയം നമുക്ക് ഭിന്നസംഖ്യകളെ സംബന്ധിച്ച് ഓർത്തിരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റി ചോദ്യങ്ങളൊന്നും ചോദിക്കാനായിട്ടില്ല. ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചു വരുന്ന ഒരു മേഖലയാണ്. അതായത് ഭിന്നസംഖ്യകളുടെയും ദശാംശ സംഖ്യകളുടെയും LCM, HCF കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഡയറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്. കാരണം 2-3 ഭിന്നസംഖ്യകൾ നമുക്ക് തരുന്നു, എന്നിട്ട് അതിൻ്റെ LCM എത്ര, അല്ലെങ്കിൽ ലസാഗു എത്ര, അല്ലെങ്കിൽ ഉസാഖ എത്ര എന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ ഈ കാര്യം അറിയാമെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്ത് പോകാം. അപ്പോൾ നമുക്കിതിൻ്റെ എക്സാമ്പിൾസിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം 21/25ൻ്റെയും 12/35ൻ്റെയും ഉസാഖ എത്ര? നമുക്ക് വേണ്ടത് എന്താണ് എന്ന് ശ്രദ്ധിക്കുക. വേണ്ടത് ഉസാഖയാണ്. അപ്പോൾ ഉസാഖ വേണമെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ആ ഉസാഖ എടുക്കേണ്ടത് ന്യൂമറേറ്ററിലും ലസാഗു എടുക്കേണ്ടത് ഡിനോമിനേറ്ററിലും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ഷോർട്ടായിട്ട് എഴുതിയാൽ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് എഴുതുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. ഇതൊന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് പോയി ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ല. HCF, ഉസാഖ എന്നാൽ HCF ആണ് വേണ്ടത്. അതുകൊണ്ട് HCF എടുക്കേണ്ടത് ന്യൂമറേറ്ററുകളുടെ അല്ലെങ്കിൽ അംശങ്ങളുടെ ആയിരിക്കും എടുക്കേണ്ടത്. അംശങ്ങളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ 21ഉം 12ഉമാണ്. 21,12. ഇനി ഡിനോമിനേറ്ററിൽ അപ്പോൾ എടുക്കേണ്ടത് LCM ആണ്. അപ്പോൾ ഡിനോമിനേറ്ററുകളുടെ LCM നമ്മൾ കണ്ടുപിടിക്കണം. ഡിനോമിനേറ്ററുകൾ ഏതൊക്കെയാണ്? ഇവിടെ വന്നിരിക്കുന്ന ഛേദങ്ങൾ 25ഉം 35ഉമാണ്.
അപ്പോൾ 25ൻ്റെയും 35ൻ്റെയും LCM-ഉം 21ൻ്റെയും 12ൻ്റെയും HCF-ഉം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വിടുന്നു. കാരണം നമുക്ക് അത്യാവശ്യം നമുക്ക് മാത്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള 2 സംഖ്യകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇനി അത് ചെയ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 21ൻ്റെയും 12ൻ്റെയും HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അത്യാവശ്യം ഗണിത ചോദ്യങ്ങളുമായിട്ട് ഒരു അഭിരുചിയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക. 21ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 21, 7, 3, 1 ഇത്രയും ഘടകങ്ങളേ ഉള്ളൂ. 12ൻ്റെ ഘടകങ്ങളാണെങ്കിൽ 12, 6, 4, 3, 2, 1. അപ്പോൾ ഈ പറയുന്ന 2 കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്കവിടെ വ്യക്തമായി നേരെ 3 എന്ന ഉത്തരം എഴുതി പോവാം. HCF = 3 എന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അപ്പോൾ HCF കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തു വരുന്ന രീതി എന്നാൽ 21, 12 എന്നീ 2 സംഖ്യകൾ എടുക്കുന്നു. നമുക്ക് ഏതുകൊണ്ടാണ് അതിനെ പൊതുവായിട്ട് ഹരിക്കാൻ സാധിക്കുക എന്ന് നോക്കുന്നു. അപ്പോൾ 3 കൊണ്ട് മാത്രമേ അതിനെ പൊതുവായിട്ട് ഹരിക്കാൻ സാധിക്കുകയുള്ളൂ. 21നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 7, 12നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 4. ഇനിയൊരു ഡിവിഷൻ ഇല്ല. പൊതുവായുള്ള മറ്റൊരു ഘടകവും നമുക്ക് കണ്ടെത്താനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ HCF ആയിട്ട് കിട്ടുന്നത് 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഭാഗം നമുക്ക് കിട്ടി. ഉത്തരത്തിൻ്റെ അംശം 3 ആണ്. ഇനി ഡിനോമിനേറ്റർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഡിനോമിനേറ്ററിൽ സിമിലർ ആയിട്ട് വരേണ്ടത് ഏതാണ്? LCM 25ൻ്റെയും 35ൻ്റെയും. അപ്പോൾ അവിടെയും നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടി വരും. 25നെയും 35നെയും പൊതുവായി ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാം? വ്യക്തമായി നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും 5ൻ്റെ ഗുണിതങ്ങളാണ്. 5 കൊണ്ട് ഹരിക്കുന്നു. 25/5 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടുന്നു. 35/5 ചെയ്യുമ്പോൾ 7 ലഭിക്കുന്നു. അപ്പോൾ LCM കാണുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ 3ൻ്റെയും ഗുണനഫലമാണ് എടുക്കേണ്ടത്. 5 × 5 × 7 അതായത് 25 × 7 ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുക 175 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് 3/175 എന്ന ഭിന്നസംഖ്യയാണ്. നമ്മൾ കണ്ടുപിടിച്ചത് 21/25ൻ്റെയും 12/35ൻ്റെയും ഉസാഖയാണ് 3/175. അടുത്ത ചോദ്യം, 3/4ൻ്റെയും 5/6ൻ്റെയും ലസാഗു എത്ര? ശ്രദ്ധിക്കുക, 3/4ഉം 5/6ഉം കണ്ടുപിടിക്കേണ്ടത് ലസാഗു. അപ്പോൾ ലസാഗു കണ്ടുപിടിക്കണമെങ്കിൽ ലസാഗു ആയിരിക്കണം ന്യൂമറേറ്ററിൽ നമ്മൾ എടുക്കേണ്ടത്. ന്യൂമറേറ്ററിൽ LCM ലസാഗു എടുക്കുന്നു. ഏതിൻ്റെയൊക്കെയാണ്? 3ൻ്റെയും 5ൻ്റെയും ലസാഗു. ഇനി അതേപോലെ ഡിനോമിനേറ്ററിൽ വരേണ്ടത് എന്താണ്? ഡിനോമിനേറ്ററിൽ എടുക്കേണ്ടത് ഉസാഖ. അപ്പോൾ ഒരെണ്ണം ന്യൂമറേറ്ററിൽ വന്നാൽ രണ്ടാമത്തേതായിരിക്കണം ഡിനോമിനേറ്ററിൽ വരേണ്ടത്. അപ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ന്യൂമറേറ്ററിൽ LCM എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരിക ഇനി ഡിനോമിനേറ്ററിൽ എടുക്കേണ്ടത് HCF ആണ്. അപ്പോൾ HCF എടുക്കേണ്ട സംഖ്യകൾ 4ഉം 6ഉമാണ്. 4ഉം 6ഉം. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിന് ഞാൻ ഫാക്ടറൈസ് ചെയ്തുള്ള മെത്തേഡിലേക്ക് ഒരിക്കലും പോകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് പറയേണ്ട ആവശ്യമില്ല. കാരണം വളരെ ചെറിയ സംഖ്യകളാണ്. നോക്കൂ, LCM 3ൻ്റെയും 5ൻ്റെയും 3നെയും 5നെയും നമുക്ക് ഒരു രീതിയിലും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ LCM എന്തായിരിക്കും? ഗുണനഫലം തന്നെയായിരിക്കും. കാരണം അതിന് മറ്റൊരു പൊതുഘടകവും ഇല്ല. അപ്പോൾ 3 × 5 ഗുണനഫലമായ 15 ആയിരിക്കും നമുക്ക് ന്യൂമറേറ്ററിൽ വരിക. അതേപോലെ തന്നെയാണ് 4ൻ്റെയും 6ൻ്റെയും HCF. 4ൻ്റെയും 6ൻ്റെയും HCF എന്ന് പറഞ്ഞാൽ രണ്ടും ഇരട്ട സംഖ്യകളാണ്. രണ്ടും ഇരട്ട സംഖ്യകളായതുകൊണ്ട് തന്നെ അതിൻ്റെ HCF എന്ന് പറയുന്നത് 2 ആണ്. 2ന് മുകളിലുള്ള ഒരു ഘടകം പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ 4നാണെങ്കിൽ ഘടകങ്ങൾ 1, 2, 4 എന്നിവയാണ്. 6നാണെങ്കിൽ 1, 2, 3, 6 എന്നിവയാണ്. അപ്പോൾ 2ൻ്റെയും പൊതുവായുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ്. 2ലും ഘടകമായ ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ ആ 2 ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരിക. അപ്പോൾ നമ്മുടെ ഉത്തരം 15/2. 15/2നെ നമുക്ക് ഒന്നുകിൽ 15/2 എന്ന ഫോമിൽ തന്നെ ഉത്തരത്തിൽ വരാം, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റായുള്ള ഭിന്നസംഖ്യ നമുക്ക് മിശ്ര ഭിന്നമായിട്ടാണ് എഴുതുന്നതെങ്കിൽ 7ഉം 2ൽ1 എന്ന രീതിയിലായിരിക്കും ഓപ്ഷനിൽ കിടക്കുക. അപ്പോൾ ഈ പറഞ്ഞ 2 ഒന്നായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ഉത്തരം. അടുത്ത ചോദ്യം, 6/7, 4/5, 8/15 എന്നിവയുടെ ഉസാഖ എത്ര?
2ന് പകരം 3 ഭിന്നസംഖ്യകൾ വരുന്ന ഒരു ഉദാഹരണം. നമ്മുടെ മെത്തേഡിലൊന്നും ഒരു മാറ്റവുമില്ല, ഭിന്നസംഖ്യകളുടെ എണ്ണം ഒന്ന് കൂടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉസാഖയാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യമേ എല്ലാ ചോദ്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ഉറപ്പിക്കുക. ഉസാഖ അഥവാ HCF. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്ററിൽ അംശങ്ങളിൽ എടുക്കേണ്ടത് HCF ആണ് എന്ന് മനസ്സിലാക്കാം. അംശങ്ങളുടെ വലിപ്പം നോക്കുക, 6, 4, 8. 6, 4, 8 എന്നീ 3 സംഖ്യകളാണ് അംശങ്ങളിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഡിനോമിനേറ്ററിൽ എടുക്കേണ്ടത് LCM ആയിരിക്കുമെന്ന് കൂടി ഓർമ്മിക്കുക. LCM എടുക്കേണ്ടത് ഏതൊക്കെ സംഖ്യകളുടെയാണ്? 7, 5, 15. 7, 5, 15 എന്നീ സംഖ്യകളുടെ LCMും എടുക്കുക. അപ്പോൾ ഈ പറയുന്ന 2 കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാം. 6, 4, 8 വീണ്ടും വളരെ ചെറിയ സംഖ്യകളാണ് അല്ലേ, വളരെ ചെറിയ സംഖ്യകളാണ് 6, 4, 8. അതുകൊണ്ട് തന്നെ ഞാൻ ഫാക്ടറൈസ് ചെയ്തുള്ള മെത്തേഡിലേക്ക് പോകുന്നില്ല. 6നും 4നും 8നും പൊതുവായുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, 2 തന്നെയാണ്. 2 അല്ലാതെ മറ്റൊരു പൊതു ഘടകം അതിന് വേറെ വലിപ്പമുള്ളത് ഇല്ല. അതുകൊണ്ട് ന്യൂമറേറ്റർ ഭാഗം നമുക്ക് എളുപ്പത്തിൽ പൂർത്തീകരിക്കാം. 2 എടുക്കാം. ഇനി ഡിനോമിനേറ്റർ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഡിനോമിനേറ്ററിൽ 7, 5, 15 എന്നിവയുടെ LCM ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 5ഉം 15ഉം എന്ന് പറയുന്നത് ഗുണിതവും ഘടകവുമായ സംഖ്യകളാണ് അല്ലേ. 5ൻ്റെ ഒരു ഗുണിതമാണ് 15. അപ്പോൾ 5ൻ്റെ ഗുണിതമായ 15 ഉള്ളപ്പോൾ നമ്മൾ 5 അവിടെ എടുക്കേണ്ട കാര്യമില്ല. 5 എടുത്താലും എടുത്തില്ലെങ്കിലും നമുക്കൊരൊറ്റ ഉത്തരം തന്നെ കിട്ടും. കാരണം 5ൻ്റെ ഗുണിതമാണ് 15. അപ്പോൾ നമുക്ക് LCM കണ്ടുപിടിക്കാൻ വേണ്ടി 7, 15 എന്നീ സംഖ്യകൾ മാത്രം ചിന്തിച്ചാൽ മതിയാവും. 7ൻ്റെയും 15ൻ്റെയും LCM എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ LCM എടുക്കുമ്പോൾ കൂട്ടത്തിൽ ഒരെണ്ണം അഭാജ്യ സംഖ്യയാണെങ്കിൽ ഗുണനഫലം തന്നെ കണ്ടുപിടിച്ചാൽ മതി. കൂട്ടത്തിൽ ഒരെണ്ണം അഭാജ്യ സംഖ്യയാണെങ്കിൽ നമുക്കൊരിക്കലും അതിനെ പിന്നെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ 7 × 15 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 105 ആയിരിക്കും അവയുടെ LCM. അപ്പോൾ നമുക്ക് ഉത്തരമായി വരുന്നത് HCF കിട്ടുന്നത് 2/105 എന്ന ഭിന്നസംഖ്യയായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. 2/3, 5/8, 3/4 എന്നിവയുടെ ലസാഗു എത്ര? ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് LCM ന്യൂമറേറ്റേഴ്സിൻ്റെ എടുക്കാം. അപ്പോൾ ന്യൂമറേറ്റേഴ്സിൽ LCM എടുക്കുന്നു. ഏതൊക്കെ സംഖ്യകളാണെന്ന് ശ്രദ്ധിക്കുക. 2, 5, 3. 2, 5, 3 എന്നിവയുടെ LCM. 3ഉം അഭാജ്യ സംഖ്യകളാണ്. 3ഉം അഭാജ്യ സംഖ്യകളാണ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട, അതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ LCM എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 × 5 × 3, അതായത് 30 തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM ആയിട്ട് കിട്ടുക. ഇനി ഡിനോമിനേറ്ററിൽ നമുക്ക് HCF ഉസാഖ എടുക്കണം. അപ്പോൾ HCF എടുക്കേണ്ട സംഖ്യകൾ ശ്രദ്ധിക്കുക. താഴെ വരുന്ന സംഖ്യകൾ ഒരെണ്ണം പോലും മാറിപ്പോവാതെ കൃത്യമായി എടുക്കുക. HCF 3ൻ്റെയും 8ൻ്റെയും 4ൻ്റെയുമാണ്. 3, 8, 4. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് 3 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാവുന്ന കാര്യം, അവിടെ നമുക്ക് ഒന്നല്ലാതെ മറ്റൊന്നും HCF ആയിട്ട് കിട്ടില്ല. കാരണം 1ന് മുകളിലുള്ള ഒരു ഘടകവും നമുക്ക് അവിടെ കോമൺ ആയിട്ട് 3 സംഖ്യകൾക്കും കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വരുന്നത് 30/1 എന്നായിരിക്കും. 30/1 എന്നാൽ 30 തന്നെയാണ്. അപ്പോൾ ഒരു പൂർണ്ണസംഖ്യയായ 30 നമുക്കിവിടെ ഈ ഭിന്നസംഖ്യകളുടെ ലസാഗുവായി ലഭിക്കുക. ഇനി നമ്മൾ പോകുന്നത് ദശാംശ സംഖ്യകളുടെ LCM HCF കണ്ടുപിടിക്കുന്ന രീതിയിലേക്കാണ്. അവിടെ നമ്മൾ ഒരു ഇക്വേഷൻ രൂപത്തിലൊന്നും ഓർത്തിരിക്കാനായിട്ടില്ല. നമുക്ക് ആ ചെയ്യുന്ന 1-2 ഉദാഹരണങ്ങളിലൂടെ ആ ചെയ്യുന്ന രീതി കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇവിടെ 2 ദശാംശ സംഖ്യകൾ തന്നിട്ടുണ്ട്. അവയുടെ ഉസാഖ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 0.8ൻ്റെയും 1.12ൻ്റെയും ഉസാഖ എത്ര? നമ്മൾ ഈ സംഖ്യകളെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊന്ന് മാറ്റി എഴുതാം. 0.8, അതേപോലെ 1.12. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദശാംശത്തിന് ശേഷം എത്ര സ്ഥാനങ്ങൾ വരുന്നുണ്ട് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ സംഖ്യയിലാണെങ്കിൽ ദശാംശത്തിന് ശേഷം 1 സ്ഥാനമാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ സംഖ്യയിൽ ദശാംശത്തിന് ശേഷം 2 സ്ഥാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 സംഖ്യകളെയും നമുക്ക് ഒന്ന് ഗുണിച്ച് പൂർണ്ണസംഖ്യ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100 കൊണ്ട് ഗുണിച്ചാലാണ് സാധിക്കുക. 2നെയും 2 രീതിയിൽ ഗുണിക്കരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ദശാംശത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സ്ഥാനങ്ങൾ വരുന്നത് എത്രയാണെന്ന് നോക്കുക. 2 സ്ഥാനമാണ് 2ലും കൂടെ നോക്കിയാൽ പരമാവധി വരുന്നത്. അപ്പോൾ 2 സ്ഥാനങ്ങൾ മാറണമെങ്കിൽ നമ്മൾ 2 സംഖ്യകളെയും 100 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അതായത്
0.8നെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 8 80. അപ്പോൾ 80 എന്ന ഒരു സംഖ്യ കിട്ടി. അതേപോലെ തന്നെ 1.12നെ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 112 ആക്കാം. അപ്പോൾ 80ൻ്റെയും 112ൻ്റെയും HCF കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച ശേഷം നമ്മൾ ആ കിട്ടുന്ന സംഖ്യയിൽ ഈ മാറ്റിയ 2 സ്ഥാനങ്ങൾ തിരികെ പുറകിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 80ൻ്റെയും 112ൻ്റെയും HCF നമുക്ക് കാണാം. HCF കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? 2 കൊണ്ട് ഹരിക്കുന്നു. 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 40, 112ൻ്റെ പകുതി 56 എന്നിവ കിട്ടും. വീണ്ടും ഒന്നുകൂടി 2 കൊണ്ട് ഹരിച്ചാൽ, ഇനി നമുക്ക് 2 കൊണ്ട് ഹരിക്കേണ്ട, 8 കൊണ്ട് ഹരിക്കാം. കാരണം 40, 56 നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സംഖ്യകളാണ്. രണ്ടും 8ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 40നെ 8 കൊണ്ട് ഹരിച്ചാൽ 5ഉം 56നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 7ഉമാണ് കിട്ടുക. അവിടെ വെച്ച് നമുക്ക് ഫാക്ടറൈസേഷൻ കംപ്ലീറ്റ് ആവും. 5, 7 എന്നിവ അഭാജ്യ സംഖ്യകളായതുകൊണ്ട്. അപ്പോൾ നമുക്ക് HCF എടുക്കുമ്പോൾ സൈഡിലുള്ളത് അല്ലേ, സൈഡിലുള്ള 2 എണ്ണം 2 × 8, 2 × 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HCF ആയിട്ട് കിട്ടുന്നത് 16ആണ്. 16ആണ് ഇവയുടെ HCF ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ 16 എന്ന് പറഞ്ഞത് നമ്മൾ 80, 112 എന്ന സംഖ്യകൾ മാറ്റി എഴുതിയ ശേഷമാണ് നമുക്ക് 16 എന്ന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 16നെ നമ്മൾ മാറ്റിയ ആ 2 സ്ഥാനങ്ങൾ വീണ്ടും തിരികെ പുറകോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് 16ന് പകരം ഇങ്ങനെ എഴുതാം, 0.16. അതായിരിക്കും നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. നമ്മൾ നോക്കിയത് 0.8, 1.12 എന്നീ 2 സംഖ്യകളിൽ ദശാംശത്തിന് ശേഷം എത്ര സ്ഥാനങ്ങൾ വീതം വരുന്നുണ്ടെന്ന് നോക്കി. അപ്പോൾ ആദ്യത്തേതിൽ 1 സ്ഥാനവും രണ്ടാമത്തേതിൽ 2 സ്ഥാനവും കിട്ടി. അപ്പോൾ പരമാവധി വരുന്നത് 2 സ്ഥാനമാണ്. അതുകൊണ്ട് നമ്മൾ ആ 2 സ്ഥാനങ്ങൾ മാറാൻ പാകത്തിന് 2 സംഖ്യകളെയും 100 കൊണ്ട് ഗുണിച്ചു. 100 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 80, 112 എന്നീ സംഖ്യകൾ കിട്ടി. അവയെ സാധാരണ നമ്മൾ 2 സംഖ്യകൾക്ക് HCF കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ HCF ഉസാഖ കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഉസാഖ നമുക്ക് 16ആണ് ലഭിച്ചത്. ഇനി നമ്മൾ മാറ്റിയ ആ 2 സ്ഥാനങ്ങൾ വീണ്ടും പുറകോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സ്ഥാനങ്ങൾ പുറകോട്ടെടുത്തു. അപ്പോൾ നമുക്ക് 16ന് പകരം 0.16 എന്ന ഉസാഖ ലഭിച്ചു. ഇനി നമുക്ക് ഇതേ ക്രമത്തിന് മറ്റ് 2 സംഖ്യകളുടെ ദശാംശ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കുന്നത് പഠിക്കാം. 0.2ൻ്റെയും 0.35ൻ്റെയും ലസാഗു എത്ര? 0.2ഉം 0.35. അപ്പോൾ ഇവിടെയും നമുക്ക് ദശാംശത്തിന് ശേഷം 1 സ്ഥാനവും 2 സ്ഥാനവും വരുന്ന സംഖ്യകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ 2 സംഖ്യകളെയും നമുക്കൊരു പൂർണ്ണസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ 2 സ്ഥാനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് 100 കൊണ്ട് ഗുണിക്കേണ്ടി വരും. 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 0.2ന് പകരം 20 എന്നും 0.35 എന്ന സംഖ്യയ്ക്ക് പകരം 35 എന്ന സംഖ്യ മാറ്റാം. ഇനി അതിനെ ഫാക്ടറൈസ് ചെയ്യുന്നു. 5 കൊണ്ടാണ് നമുക്ക് ഹരിക്കാൻ സാധിക്കുക. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ബാക്കിയാവുന്നത് 4, 7 എന്നീ സംഖ്യകളാണ്. ഇനി നോക്കുക, 5 × 4 × 7. ഇനിയൊരു ഡിവിഷൻ ഇല്ല. അപ്പോൾ തന്നിരിക്കുന്ന കിട്ടിയിരിക്കുന്ന സംഖ്യകളുടെ എല്ലാം ഗുണനഫലം എടുക്കുന്നു. 5 × 4 20. 20 × 7 ചെയ്താൽ നമുക്ക് 140 കിട്ടുക. 140. ഇനി ആദ്യം നമ്മളൊരു 2 സ്ഥാനങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ 2 സ്ഥാനങ്ങൾ പുറകോട്ട് തിരിച്ചു മാറ്റുക. അപ്പം നമുക്ക് 1.4 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം 1.4 എന്നായിരിക്കും. അപ്പോൾ ഈ 2ഇടത്തും LCM കണ്ടുപിടിക്കാനും HCF കണ്ടുപിടിക്കാനും നമ്മൾ സിമിലർ ആയിട്ടുള്ള രീതിയാണ് ഫോളോ ചെയ്തത്. അതായത് തന്നിരിക്കുന്ന ദശാംശ സംഖ്യകൾ നോക്കുന്നു. അപ്പോൾ അതിൽ പരമാവധി ദശാംശത്തിന് ശേഷം എത്ര സ്ഥാനമാണ് വരുന്നത്, ആ സ്ഥാനങ്ങൾക്കനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാത്തിനെയും പൂർണ്ണസംഖ്യകളാക്കുന്നു. കൂടുതൽ സംഖ്യകളുണ്ടെങ്കിലും ഇതേ ക്രമത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുക. 3 സംഖ്യകളോ 4 സംഖ്യകളോ വന്നാലും നമ്മുടെ രീതിക്ക് ചെയ്യുന്ന മെത്തേഡിന് യാതൊരു മാറ്റവുമില്ല. എന്നിട്ട് സാധാരണഗതിക്ക് നമ്മൾ എങ്ങനെയാണ് LCM HCF കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ കണ്ടുപിടിച്ച ശേഷം കിട്ടുന്ന ഉത്തരത്തിൽ നമ്മൾ നടത്തിയ ഗുണനത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിരിച്ച് 2 പൊസിഷനോ 3 പൊസിഷനോ ദശാംശം മാറ്റും. ആ രീതിയിലാണ് നമ്മൾ ദശാംശ സംഖ്യകളുടെ ലസാഗു, ഉസാഖ എന്നിവ കണ്ടുപിടിക്കുക. അടുത്തത് 1.2, 1.68, 3 എന്നിവയുടെ ഉസാഖ എത്ര? 3 സംഖ്യകൾ വരുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 1.2ൽ ദശാംശത്തിന് ശേഷം വരുന്നത് 1 സ്ഥാനം, 1.68ലാണെങ്കിൽ 2 സ്ഥാനം, 3ൽ ദശാംശ സംഖ്യ അല്ല. അപ്പോൾ നമുക്ക് ഇതിൽ പരമാവധി വരുന്നത് 1.68ലെ 2 സ്ഥാനങ്ങളാണ്.
അപ്പോൾ അതിൻ്റെ കണക്കിന് നമ്മൾ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ഈ 2 സ്ഥാനങ്ങൾ മാറണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കേണ്ടി വരും. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യകളൊന്ന് എഴുതാം. 120, 1.2നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 120, 1.68നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 168, 3നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് 300. എന്നിട്ട് ഇവയുടെ ഉസാഖ നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ 120, 168, 300 എന്നിവയെ ഹരിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ ഹയർ നമ്പേഴ്സ്, ഞാൻ എപ്പോഴും 2ൽ തുടങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സെൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വലിയ സംഖ്യകൾ എടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും അതിലേക്ക് പോകാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 2 എടുക്കുന്നില്ല, നമ്മൾ 4 എടുക്കുന്നു എന്ന് വിചാരിക്കുക. 4 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കുക. 120നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30, 168നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 42 കിട്ടുന്നു, 300നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 75 കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് നമുക്ക് അവിടെ ലാഭിക്കാൻ സാധിച്ചു അല്ലേ? കാരണം 2 എന്ന് എഴുതി 2 തവണ ഈ സംഖ്യകളെല്ലാം എഴുതുന്നതിന് പകരം നമ്മൾ ഒറ്റയടിക്ക് 4 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് ഏതാനും സെക്കൻഡുകളുടെ ലാഭം നമുക്ക് ആ ഒരു കാൽക്കുലേഷനിൽ കിട്ടും. പിന്നെ 30, 42, 75 നമുക്കിനി ഹരിക്കാൻ പെട്ടെന്ന് മനസ്സിൽ വരിക 3 ആണ്. 3 കൊണ്ട് ഹരിച്ചാൽ 30നെ ഹരിക്കുന്നു 10 കിട്ടുന്നു, 42നെ 3 കൊണ്ട് ഹരിച്ചാൽ 14 കിട്ടുന്നു, 75നെ ആണ് 3 കൊണ്ട് ഹരിക്കുന്നതെങ്കിൽ 25 കിട്ടുന്നു. ഇനി ഇതിൽ നിന്നും 3ലും പൊതുവായി നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു ഘടകം പോലുമില്ല. HCF ആണ് എടുക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. LCM ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ഇനിയും ഡിവിഷൻ ബാക്കിയുണ്ട്. LCMന് വേണ്ടിയായിരുന്നെങ്കിൽ ഇനിയും ഡിവിഷൻ ബാക്കിയുണ്ട് കാരണം നമുക്ക് 10ലും 25ലും പൊതുവായി 5 കിട്ടും, അതുപോലെ തന്നെ 10ലും 14ലും പൊതുവായി 2 കിട്ടും. അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് HCFന് എത്ര സംഖ്യകളുണ്ടോ അതിൽ എല്ലാത്തിനെയും ഹരിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന HCF 4 × 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന 12 ആണ്. 12. അപ്പോൾ ആ 12 എന്നുള്ള ഉത്തരം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ സംഖ്യകളെല്ലാം 100 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. അതായത് 2 സ്ഥാനം നമ്മൾ മുന്നോട്ട് മാറ്റുകയാണ് ചെയ്തത്. ആ 2 സ്ഥാനങ്ങൾ പുറകോട്ട് മാറ്റിയാൽ നമുക്ക് കിട്ടുന്നതാണ് ഉത്തരം. 2 സ്ഥാനങ്ങൾ മാറ്റുമ്പോൾ നമുക്ക് 0.12 എന്ന സംഖ്യയാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇവയുടെ ഉസാഖ 0.12 ആയിരിക്കും. അടുത്ത ചോദ്യം 0.75, 0.45, 1.2 എന്നിവയുടെ ലസാഗു എത്ര? ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും 2 സംഖ്യകളിൽ 2 ദശാംശ സ്ഥാനങ്ങൾ മാറാനുണ്ട്. ഒരു സംഖ്യയിൽ ഒരെണ്ണം. അപ്പോൾ നമുക്കതിനെല്ലാം പൊതുവായി ഗുണിക്കേണ്ടത് ഇവിടെയും മിക്കവാറും ചോദ്യങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടി വരിക 100 തന്നെയായിരിക്കും. അപ്പോൾ ഈ 2 സ്ഥാനങ്ങൾ മാറണമെങ്കിൽ നമ്മൾ 100 കൊണ്ട് പൊതുവായി ഗുണിക്കുന്നു. 100 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യകൾ നോക്കാം. 75, 45, അതേപോലെ 120. അപ്പോൾ ഈ 3 സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാം. 3 സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏതുകൊണ്ട് ഹരിക്കാം? ഒറ്റയടിക്ക് എളുപ്പത്തിൽ പറഞ്ഞാൽ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ചെറിയ സംഖ്യകളാക്കാം. അപ്പോൾ 75നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 25, 45ൻ്റെ സ്ഥാനത്ത് 15, 120/3 40 കിട്ടുന്നത്. ഇനി നമുക്ക് ഒറ്റയടിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക ഇതിനെയെല്ലാം 5 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളാണ്. 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് യഥാക്രമം 5, 3, 8 എന്നീ സംഖ്യകൾ കിട്ടുന്നു. ഇനി പൊതുവായിട്ട് നമുക്കിതിനകത്തൊന്ന് ഘടകങ്ങളൊന്നുമില്ല. ഇനി 2 എണ്ണത്തിൽ നിന്ന് ഘടകങ്ങൾ എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് പൊതുവായ ഘടകങ്ങളൊന്നും കിട്ടുന്നില്ല. കാരണം 5ഉം 3ഉം 2 എണ്ണം അവിടെ അഭാജ്യ സംഖ്യകളായിപ്പോയി. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇത്രയും സംഖ്യകൾ, കിട്ടിയിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഓർഡറിൽ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന 3, 5, 5, 3, 8 എന്നീ സംഖ്യകളെ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന 1800 ഇവയുടെ LCM. 1800. അപ്പോൾ 1800 എന്ന സംഖ്യ നമ്മൾ 2 ദശാംശം മുന്നോട്ടെടുത്തിട്ടാണ് 1800 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്തരം എഴുതുമ്പോൾ ആ 2 സ്ഥാനങ്ങൾ പുറകോട്ട് തിരിച്ചു മാറ്റണം. അപ്പോൾ ആ 2 സ്ഥാനങ്ങൾ പുറകോട്ട് മാറ്റിയാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ 18 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ദശാംശ സംഖ്യകളുടെ ലസാഗു 18 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ, ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് ഓർമ്മിച്ചിരിക്കുക.
ഭിന്നസംഖ്യകളുടെയും ദശാംശ സംഖ്യകളുടെയും, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണസംഖ്യകളുടെ അല്ലാതെ ചോദിക്കാൻ സാധ്യതയുള്ള ലസാഗു, ഉസാഖ എന്നീ കണക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്ന് LCM HCF ടോപ്പിക്കിൻ്റെ ബാക്കിയുള്ള സെക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം.